കാരണം നമ്മൾ അതിനകത്ത് DC വയർ എടുക്കുന്നവരാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കപ്പാസിറ്റർ ഒക്കെ ചിലപ്പോൾ ചാർജഡ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ തൊടുന്നതിന് മുമ്പ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അത് കളയുക. ഹലോ ഗൈസ്, NH47 വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രിക്കി വീഡിയോ ആണ്. വലിയ ലെങ്തോ കാര്യങ്ങളോ ഒന്നുള്ള വീഡിയോ അല്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് കാണിക്കുന്നത്. നമ്മളെ വീഡിയോകൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് നമ്മളെ ഈ ഇലക്ട്രോണിക് ട്യൂബുകൾ. എല്ലാ വീടുകളിലും ഉള്ള ഒരു സംഭവമാണ്. ഏകദേശം 19 വാട്ട്സ് 20 വാട്ട്സ് വരുന്ന ട്യൂബുകൾ നമ്മളെ വീടുകളിലെല്ലാം ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ LED ട്യൂബിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം എല്ലാ വീടുകളിലും ഈ ഒരു LED ട്യൂബുകളുണ്ട്. ഇതിൻ്റെ പല തരത്തിലുള്ള പല വാട്ട്സിലുള്ള ട്യൂബുകൾ നമ്മൾ എല്ലാ വീടുകളിലും ഇപ്പം കാണാൻ സാധിക്കും. മുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടുന്ന ടൈപ്പുള്ള ട്യൂബ് ചോക്കൊക്കെ വരുന്ന സ്റ്റാർട്ടറും ചോക്കൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പം ഏകദേശം എനർജി സേവിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 20 വാട്ട്സ് 19 വാട്ട്സ് 18 വാട്ട്സിലൊക്കെ നമുക്ക് ഈ ട്യൂബ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവുന്ന മെയിൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടി വെട്ടിയോ അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ഇതിനകത്തുള്ള ബോർഡ് സാധാരണ കംപ്ലൈൻ്റ് ആവാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് പുതിയത് വാങ്ങിച്ച് ഇടാനാണ് എല്ലാവരും നോക്കുന്നത്. കാര്യം ഇത് സർവീസ് ചെയ്യാനോ ബാക്കിയുള്ള കാര്യത്തിനൊന്നും ആരും ഒന്നും മെനക്കെടാറില്ല. ഇച്ചിരി എന്താ പറയുന്നത് ഇലക്ട്രോണിക്സായിട്ട് ബന്ധമോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതും വളരെ തുച്ഛമായ ചിലവിൽ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ബോർഡ്, അതായത് മെയിനായിട്ട് വരുന്നത് ഇതിനകത്തുള്ള ബോർഡ് കംപ്ലൈൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ബോർഡ് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതാണ്. ആ ബോർഡ് എന്ന് പറയുന്നത് അടുത്തോട്ട് വന്നേ, അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ എൻ്റെ സ്ഥലം ഇവിടെ കൊല്ലത്താണ്. കൊല്ലം ചിന്നക്കടയിലുള്ള നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 40 രൂപ കോസ്റ്റ് നമുക്ക് ഈ ഒരു ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. LED ബൾബിൻ്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യയിലായാലും ഓൾ ഓവർ കേരളയിലായാലും നമുക്ക് ഇതിൻ്റെ ബോർഡ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഈ 40 രൂപയ്ക്കാണ് ഞാൻ ഈ ബോർഡ് പർച്ചേസ് ചെയ്തത്. ഇതിന് മുമ്പും 2-3 ട്യൂബ് ഞാൻ അതാണ് സർവീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് ഞാൻ കരുതിയത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 250 രൂപ തൊട്ട് 300-350 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ കോസ്റ്റ് വരും. നമുക്ക് തൽക്കാലം നമുക്ക് ഈ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ ബോർഡാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 40 രൂപയ്ക്ക് ഈ ഒരു ട്യൂബ് പിന്നെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ടോട്ടലി ആയിട്ട് കളയാതെ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കാം ഇതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് LED കംപ്ലൈൻറ്റ് കാണും. LED കംപ്ലൈൻറ്റ് ആയാൽ അതും ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്കിന്ന് ഫസ്റ്റിൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് ഇരിക്കുന്ന ബോർഡും LED എങ്ങനെ പുറത്തോട്ട് എടുക്കുന്നതെന്നും കാണിച്ചു തരാം. അപ്പോൾ നേരെ നമ്മളെ പണിസ്ഥലത്തോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്ന മെയിനായിട്ട് 2 ലോക്കാണ്. ഈ ഒരു ട്യൂബിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് 2 ലോക്ക്, ഒരു ലോക്ക് ഇവിടെയും ഇതേ കണക്കാണ് അപ്പുറത്തും ഒരു ലോക്ക് ഉണ്ട്. അത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ അങ്ങനെയുള്ള സംഭവം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് മുകളോടൊന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ട് പോകുന്നതായിരിക്കും. കൈ നോക്കിക്കോണം കേട്ടോ. പുഷ് ചെയ്തു അകത്തോട്ട് പോയി ഒന്ന് ജസ്റ്റ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഊരിപ്പോയി. ഇപ്പോൾ കാലം കുറേ ആയതാന്ന് തോന്നുന്നു, പഴയതാന്ന് തോന്നുന്നു. കണ്ടോ? ഇതാണ് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ആ LED സ്ട്രിപ്പ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് മേളോട്ട് പുഷ് ചെയ്യുന്ന പറഞ്ഞാൽ സാധനം ഊരി വരുന്നതായിരിക്കും. പ്രസ് ചെയ്യുന്നു, ശേഷം അങ്ങോട്ട് പുള്ളി ചെയ്യുന്നു. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ മുകളോട്ട് പുഷ് ചെയ്യുന്നതാണ്. അങ്ങനെ 2 സംഭവം ഇത് ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം ഊരി എടുക്കണം. ഇതിനിങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു കേബിൾ എന്ന് പറയുന്നത് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പതുക്കെ അവിടുന്ന് പൊങ്ങി വരുന്നുണ്ടോ? ഇവിടുന്ന് പതുക്കെ പുഷ് ചെയ്ത് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആ ബോർഡും അതിൻ്റെ കൂടെ ഉള്ള LED സ്ട്രിപ്പും നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ LED സ്ട്രിപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫിസിക്കലി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലയോ, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടേൺ ഔട്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വന്ന പഴയ ബോർഡെന്ന് പറയുന്നത്. അതുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഡാമേജ് ആണ്. ഈ ഒരു ഐസിയുടെ ഭാഗമൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് കളറിൽ ഇരിപ്പുണ്ട്.
അപ്പം ഇത് നമുക്ക് ആദ്യം ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു സൈഡ് കാര്യം ഇത് സർവീസ് ചെയ്യാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് അതിനെക്കാട്ടും നല്ല നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ബോർഡ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ബോർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് വരുന്നതുണ്ടോ, ഈ ഇത്ര വലിയ ബോർഡിന് വരും ഈ ഒരു ബോർഡിനകത്തോട്ട് മാറും. ഇതിനകത്തും AC ന്യൂട്രൽ ലൈൻ രണ്ടും കൊടുക്കാറുണ്ട്. അതിനുശേഷം ഇവിടുന്നാണ് ഔട്ട് പോകുന്നത്. ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് ഇവിടുന്ന് സോൾഡർ ചെയ്ത് മാറ്റുന്നു. ഈ പവറും കൊടുക്കാനുള്ള മെയിൻ സംഭവം സോൾഡർ ചെയ്ത് ഡീസോൾഡർ ചെയ്യുന്നു, ഇത് കണക്ട് ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള, ജസ്റ്റ് എടുക്കുന്നവരാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കപ്പാസിറ്ററൊക്കെ ചിലപ്പോൾ ചാർജഡ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ തൊടുന്നതിന് മുമ്പ് ജസ്റ്റ് ഷോർട്ട് ചെയ്ത് അത് കളയുക. അതുകൊണ്ട് ചെറുതായിട്ട് കറണ്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സൂക്ഷിച്ച് ചെയ്യുക, കറണ്ടാണ്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും കടിക്കറി ചെയ്യാൻ നിൽക്കരുത്. അത് ഒന്ന് വേറെ ആരെങ്കിലും ഉള്ള അവരുടെ പ്രസൻസിൽ മാത്രമേ, എക്സ്പേർട്ടായ ആൾക്കാരുടെ പ്രസൻസിൽ മാത്രം ചെയ്യാനായിട്ട് നോക്കുക. കറണ്ടിലുള്ള കളിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ പറയുകയാണ്. അത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന്, അത് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ പറഞ്ഞു ഈ ടെക്നോളജി സംഭവം ഉണ്ടെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നേരെ ഡീസോൾഡർ ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മനുസാറ് കയറിയിരിക്കുക, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി വീഡിയോയിൽ വരണം എന്നുള്ള ഇത് റിക്വസ്റ്റ് ഉണ്ട്. പുള്ളിയെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്ന് ചോദിച്ചു. അപ്പം പുള്ളിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അതിൻ്റെ AC ലൈൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഈ സൈഡുണ്ട്, അതിൻ്റെ ഇവിടെ വരും, അവിടെ അല്ല വരുന്നത്, ഇതിനകത്ത് വരും. ഈ ലൈൻ കണ്ട ലൈനിന് ഇതിനകത്ത് വരും. അത് കൊടുക്കണ്ട, ഫസ്റ്റ് നമുക്ക് ഇത് രണ്ടും സോൾവ് ചെയ്യാം. ഇതിനകത്തോട് ഇട്ടിട്ട് അവിടെ സോൾവ് ചെയ്യാം. ലൈന് നോക്കണ്ട, അത് ഏതെങ്കിലും അത് കൊടുത്താൽ മതി. ഏതാ? രണ്ടും കൂടെ വന്ന. അപ്പോൾ നമ്മൾ നേരെ ആദ്യത്തെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ഡ്രൈവറിൻ്റെ AC ലൈൻ കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ LED സ്ട്രിപ്പിൽ കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യമേ AC ലൈനിൻ്റെ സോൾഡറിങ് സിമ്പിളായിട്ട് സോൾഡറിങ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പിന്നെ എന്താ പറയുന്നത്, വളരെ ഈസി ആയിട്ടൊരു സംഭവം. 40 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ട്യൂബ് മാറാമെന്ന് പറഞ്ഞാൽ 250-300 ഒരു ട്യൂബിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. മിക്കവാറും ഉള്ളതിനകത്ത് എല്ലാം ഈ ഡ്രൈവർ പോകുന്നത്. ഞാനിപ്പം LED പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വരുന്നത്. ഞാനിപ്പം വാങ്ങിച്ചിരിക്കുന്നത് 20 വാട്ടിൻ്റെ 19 വാട്ടിൻ്റെ ഡ്രൈവറാണ് നമ്മളിപ്പം വാങ്ങിക്കുന്നത്. അതിപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ ഔട്ട് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എത്ര വാട്ട്സ് ഔട്ട് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ ഡ്രൈവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം 114 to 124 വോൾട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ DC വോൾട്ടാണ് നമുക്ക് അത്രയാണ് വേണ്ടുള്ളത്. മറ്റേ പഴയ ഡ്രൈവറിന് നമുക്ക് 11 വോൾട്ടേ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ഏകദേശം 111 to 124 വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ നേരെ നമുക്ക് LED സ്ട്രിപ്പും കൂടെ ഇതിനകത്തോട്ടൊന്ന് സോൾഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഇത് ഡീസോൾഡർ ചെയ്യാം. പഴയ ഡ്രൈവറിനകത്തുനിന്ന് ഇത് ഡീസോൾഡർ ചെയ്തെടുക്കാം. അത്യാവശ്യം സിറ്റിയിലൊക്കെ കിടക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ എന്താ പറയുന്നത് വളരെ കൃത്യമായ പ്രൈസ്. ഇപ്പം ബൾക്കായിട്ടൊക്കെ അടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഒരെണ്ണം മാറിയിട്ട് എങ്ങനെ പോയാലും ഒരു വർഷത്തിന് അത് റീപ്ലേസ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യും. കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി. അങ്ങനെ നമ്മൾ അതിനകത്ത് DC വയർ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അത് യാതൊരു കാരണവശാലും മാറരുത് എന്നുള്ളതാണ് പ്രശ്നം. കാര്യം പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും, അത് കത്തത്തില്ല, അങ്ങനത്തെ പ്രശ്നം വരും. അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവും മാറാതെ മാക്സിമം ശ്രദ്ധിക്കുക. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്തുള്ള ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നെഗറ്റീവിൻ്റെ സൈഡിൽ പോയി, ഇനി പോസിറ്റീവിൻ്റെ സൈഡിലോട്ട് പോകുന്നു. നമ്മളിവിടുത്തെ സീനിയർ ടെക്നീഷ്യനാണ് കേട്ടോ, മിസ്റ്റർ മാനു. പുള്ളിയാണ് ഈ ചെയ്യുന്നത്. എന്തായാലും ഞാൻ വന്നിരുന്നപ്പോഴത്തേക്കും പുള്ളിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു. ഞാൻ പതുക്കെ മാറിക്കൊടുത്ത പുള്ളിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെ പോസിറ്റിൻ്റെ സൈഡിൽ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ലൈൻ കൊടുത്തു നോക്കാം ഇത് കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. ഓക്കെ, അപ്പം അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈൻ സപ്ലൈ കൊടുത്ത് നോക്കാം. ടെമ്പററി ആയിട്ട് നമ്മളെ ലാപ്ടോപ്പിൻ്റെ
പവർ കോഡിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഡ്രൈവർ ഇതാകൂടെ ഉണ്ട്. നേരെ LED ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് നമ്മളെ തിരിച്ചു വെച്ചേക്കുക. ലൈറ്റ് ഭയങ്കരമായിട്ട് വരുന്നതാണ് അങ്ങോട്ട് വെച്ചേക്കാണ്. നോക്കാം. ഓക്കെ, ആണ്ടോ LED സ്ട്രിപ്പ് കണ്ടോ, അത് ക്യാമറക്കകത്തോട്ട് ഭയങ്കരമായിട്ട് അടിക്കുക. അതുകൊണ്ടാണ് ട്യൂബ് ഓക്കെ ആണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇത് ഡിഫ്യൂസറിനകത്തോട്ട് കയറ്റുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ ഊരിയ ഡിഫ്യൂസറാണിത്. അപ്പോൾ ഡിഫ്യൂസറിനകത്തോട്ട് നമുക്ക് നേരെ ഇവിടെ ഒരു സ്ലോട്ട് കണക്ക് കാണുന്നുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു LED സംഭവം ഇറക്കി കൊടുക്കും. അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ഇറക്കി കൊടുക്കുക. അപ്പോൾ അതിൽ കിടന്നോളൂ LED. എന്നിട്ട് അപ്പോൾ അത് ഇത് ഒടിക്കാതെ നോക്കുക. ഒടിഞ്ഞ് കഴിഞ്ഞാൽ വളയോ തിരിയവണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകുന്നത്. അടുത്ത് ബെൻഡായി പോകും. ബെൻഡാക്കാതെ നോക്കുക. അത് വെച്ചതിന് ശേഷം നേരെ നമുക്ക് ഈ സ്ട്രിപ്പ് ഇതിനകത്തോട്ട് തന്നെ ഇറക്കി വിടാം. അതിന് മുമ്പായിട്ടേ നമ്മൾ ഈ 2 ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതെല്ലാം നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ലോക്കായിട്ട് നിൽക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ലോക്ക് ഇവിടെ ഒരു പുഷ് വരുന്നുണ്ട്. ആ പുഷ് കഴിഞ്ഞ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ നേരെ താഴോട്ട് ഇവിടെ തന്നെ ഓക്കെ. ഇച്ചിരി പാടുണ്ട് പോകാൻ. കാര്യം എന്താണെന്നറിയാം, മറ്റേ ബോർഡും ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെതായ ഒരു ഡിസ്റ്റർബൻസ് അത് കാണിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ട്യൂബ് ലൈറ്റിൻ്റെ സെറ്റപ്പ് എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ഒരു സംഭവം ടീച്ചർ വെച്ച് വലിച്ചെടുക്കാം. അത് ഇച്ചിരി മെനക്കെടുത്തുള്ള കേസാണ്. കാര്യം ഈ സാധനം വളരെ ഫ്ലെക്സിബിളും അല്ല. ഇതിനകത്ത് നമുക്ക് ഈ സാധനം പൊക്കിയെടുക്കുകയും വേണം. അപ്പോൾ അത് ഇങ്ങനെ ടീച്ചറുണ്ട്. ടീച്ചർ വെച്ചിട്ട് പതുക്കെ പൊക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പതുക്കെ കൊണ്ട് പൊക്കിയെടുക്കാം. നമ്മളെ വയറ് പതുക്കെ ടൂസർ വെച്ച് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ ബുഷും കൂടെ ഇടുക. ബുഷ് ഇട്ടതിന് ശേഷം നമുക്ക് ആ 2 സൈഡിലെയും വെപ്പും കൂടെ ഇടുമ്പോഴത്തേക്ക് സെറ്റാവും സംഭവം. ഈ വയർ കുറച്ച് ഹാർഡായിട്ട് നിൽക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും അല്ല. കാരണം കുറച്ച് ഹാർഡായിട്ട് നിൽക്കുക. അവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ഈ ബുഷും കൂടെ ലോക്ക് വരുന്നുണ്ട്. തൊട്ടിപ്പുറത്തും ഒന്നുണ്ട്. ഇതിനെ നമുക്ക് ഇവിടെ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ലോക്ക് നമ്മൾ ഇവിടെ ഇടുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് തന്നെ ഇത് കൊടുത്ത് ഫൈനലി സക്സസ്. അതിനായിട്ടുള്ള ട്യൂബായിരുന്നു. വെറും 40 രൂപ ചിലവിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതാണെങ്കിൽ കളയാനായിട്ട് വെച്ചിരുന്ന ട്യൂബോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത്, മെയിനായിട്ട് വെള്ളം കയറാത്തതോ LED-ക്കകത്തൊന്നും വലിയ പ്രശ്നമില്ലാത്ത സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണെങ്കിൽ ചെക്ക് ചെയ്തെടുക്കാം. 40 രൂപയുടെ കേസേ ഉള്ളൂ. ഇതിനകത്ത് ട്യൂബ് നിങ്ങൾക്ക് പുതിയത് വാങ്ങിക്കുന്നതിന് പകരം ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇന്നലെ കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ല. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺക്ലൂഷൻ നമ്മൾ പിറ്റേന്ന് രാവിലത്തെ ഒരു 11-12 മണിക്കാണ് ഇത് കൺക്ലൂഷൻ എടുക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേണം. അതുവരെ എല്ലാവർക്കും ബൈ.